السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹസംവാദം എന്ന ഈ ഒരു പ്രോഗ്രാം മതം വേണോ മനുഷ്യന് എന്ന വിഷയത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിനതിൻ്റേതായ കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. പലപ്പോഴും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആദർശങ്ങൾ പരസ്പരമുള്ള സംവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു ചിന്തയാണ്, എന്തിനാണ് വെറുതെ ഇങ്ങനെ സംവാദങ്ങൾ? ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ അവർ സ്വയം പഠിച്ച് മനസ്സിലാക്കി കേട്ട് ഗവേഷണം ചെയ്ത് അവരതിനെ സ്വീകരിച്ചോളട്ടെ. അതല്ലാതെ സ്വന്തം ആദർശം ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് എല്ലാവരും അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഇത് ഒരു വെറും വേസ്റ്റായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത ഒരു പരിപാടിയാണ് എന്ന രൂപത്തിൽ വിമർശന രൂപേണ പല ആളുകളും ഇതിനെ സമീപിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം സംവാദങ്ങൾ പ്രസക്തമാണെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അത് വളരെ അനിവാര്യമായി മാറുകയും ചെയ്യും. കാരണം വർഗീയത അത് പല കാരണങ്ങളാൽ പല ദിശകളിൽ നിന്ന് പല രൂപങ്ങളിൽ അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ സോഷ്യൽ മീഡിയകളൊന്ന് തുറന്നു നോക്കിയാൽ അതിൽ പല വിഷയങ്ങളും ചർച്ചകൾ ചെയ്യുമ്പോൾ, അത് ചാനൽ ചർച്ചകളാകട്ടെ, മതപ്രഭാഷണങ്ങളാകട്ടെ, അതല്ലെങ്കിൽ ആശയ സംവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള പോസ്റ്റുകളോ വീഡിയോകളോ ആകട്ടെ, അതെല്ലാം കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയാൽ അവിടെ വർഗീയത നിറഞ്ഞു പുകയുന്ന, അതിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വിദ്വേഷവും ചീറ്റുന്ന പ്രവണതകൾ നമുക്ക് നിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നു. ഇത് നമ്മളെല്ലാം കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കെ സാമൂഹിക പ്രതിബദ്ധത ഉള്ള ആളുകൾ എന്ന നിലക്ക് ആ പ്രതിബദ്ധതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബാധ്യതയാണ് സമൂഹത്തിന് വിപത്താകുന്ന ഇത്തരത്തിലുള്ള മനോരോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ചെറിയ പരിശ്രമങ്ങളെങ്കിലും ഏർപ്പെടുക എന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കുറച്ചെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ വ്യത്യസ്ത ആദർശങ്ങളിലും ദർശനങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാണ് എന്ന ധാരണയുണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരു അന്യ ആദർശത്തിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കാനും അവൻ്റെ ആദർശം തുറന്നു പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേട്ടു നിൽക്കാനുമുള്ളൊരു വിശാല മനസ്കത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. വർഗീയത ഉണ്ടാകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട്, അനവധി കാരണങ്ങളുണ്ട്, അതിലൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങളില്ലാത്തതാണ്. അന്യ ആദർശം വെച്ച് പുലർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ തങ്ങൾക്കെതിരെ എന്തോ ഗൂഢാലോചനകളിൽ ഏർപ്പെടുകയാണ്. തങ്ങളെ ആക്രമിക്കാൻ, തങ്ങളെ അപരവൽക്കരിക്കാൻ, തങ്ങളെ പാർശ്വവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള എന്തൊക്കെയോ നമുക്കെതിരെയുള്ള ചില ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അവർ എന്ന തെറ്റിദ്ധാരണയോടുകൂടിയാണ് പല ആളുകളും മറ്റുള്ളവരെ വെറുക്കുന്നത്. ഒരു ക്രൈസ്തവ സഹോദരൻ അവൻ്റെ ആരാധനാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയാൽ അവിടെ അവൻ്റെ പള്ളിയിലെ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് മുഴുവൻ നമ്മളോടുള്ള വെറുപ്പാണ് എന്ന് കരുതുന്ന ഒരന്യമതസ്ഥനുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, സമൂഹത്തിന് ഭീഷണിയാണ്. അതേപോലെ ഒരു മുസ്ലിം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്നത് ഒരു അന്യമതസ്ഥൻ കാണുമ്പോൾ അത്
മുസ്ലിങ്ങൾ എന്തോ തങ്ങൾക്കെതിരെ ഗൂഢാലോചന ചെയ്യാൻ പോവുകയാണ് എന്ന ഒരു അബദ്ധ ധാരണ അന്യമതസ്ഥനുണ്ടാകുമ്പോൾ അത് സമൂഹത്തിൻ്റെ സുരക്ഷിതാവസ്ഥയ്ക്ക് പ്രശ്നമാണ്. അത് അരക്ഷിതാവസ്ഥകൾക്ക് കാരണമാകും, സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കി കളയും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ, മുൻധാരണകൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ആരോഗ്യപരമായ സംവാദങ്ങൾ ഉപകരിക്കുക. അവിടെയാണ് സ്നേഹസംവാദം പോലെയുള്ള സംവാദങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ വളരെ പ്രസക്തമായി മാറുന്നത്. ഇവിടെ വെറുപ്പിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷേ ഈ വെറുപ്പും വർഗീയതയും മറ്റുള്ളവരോടുള്ള വിദ്വേഷവുമെല്ലാം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള പരിഹാരമായി ഈ സംവാദങ്ങളെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഓരോരുത്തരും അവൻ തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന, പിന്തുടരുന്ന ആദർശങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വെക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം. അപ്പോഴാണ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ ഇല്ലാതാവുക. നമ്മൾ മതം വേണോ മനുഷ്യന് എന്ന വിഷയത്തിൽ ഇവിടെ ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മതത്തിൽ വിശ്വസിക്കാത്തവരെ ഇകഴ്ത്തി കെട്ടാനല്ല, മതത്തിൽ വിശ്വസിക്കാത്തവരെ പാർശ്വവൽക്കരിക്കാനോ അപരവൽക്കരിക്കാനോ അല്ല. നേരെ മറിച്ച് ഒരു മതവിശ്വാസിയായിട്ടുള്ളവൻ എന്തുകൊണ്ട് ഞാൻ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ ഭാഗത്തെ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കാനാണ്, തുറന്നു കാണിക്കാനാണ്, അനാവരണം ചെയ്തു കൊടുക്കാനാണ്. അവിടെ മതം വേണോ മനുഷ്യന് എന്ന വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ ഏത് മതമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാകും. തീർച്ചയായും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നു, എന്തുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് ആദർശ പ്രചാരണങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു എന്നതായിരിക്കും തീർച്ചയായും ഇവിടെ നടക്കുന്ന ചർച്ച. അതിൽ വളരെ ക്രിയാത്മകമായി, ആരോഗ്യപരമായി ആ ചർച്ചയെ, ആ സംസാരത്തെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് അതിൽ വളരെ കൃത്യമായി മനസ്സിലാക്കുക, അറിയുക, അറിയിക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം ഇത്തരത്തിലുള്ള സദസ്സുകൾ, അത് നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്നതായാലും മറ്റുള്ള സംഘടനകൾ സംഘടിപ്പിക്കുന്നതായാലും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ. അതാണ് ഏറ്റവും ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. ഇനി ഈ വിഷയ സംബന്ധമായിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ നീറ്റ്ഷെ, ഫ്രെഡറിക് വിൽഹം നീറ്റ്ഷെ എന്ന പ്രശസ്തനായ ഒരു നിരീശ്വരവാദിയുടെ ആശങ്കകൾ കുറിച്ച് സംസാരിച്ച് തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രശസ്തനായ നിരീശ്വരവാദിയാണ് അദ്ദേഹം എന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം ക്രൈസ്തവ മതസങ്കല്പത്തെ നിശിതമായി വിമർശിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിലെ വലിയ ദാർശനികന്മാരിൽ ഒരാളായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു ചിന്താരീതിയുണ്ട്, രീതിശാസ്ത്രമുണ്ട്. അതനുസരിച്ച് അദ്ദേഹം ക്രൈസ്തവ മതസങ്കല്പത്തെ വളരെ നിശിതമായി വിമർശിച്ചു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൈക്ഷണികമായ സത്യസന്ധത എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത കാരണം അങ്ങനെ ചെയ്താൽ, ആ ആദർശത്തെ, ആ ക്രൈസ്തവ ദൈവസങ്കല്പത്തെ വിമർശിച്ചാൽ എന്താണ് അതിൻ്റെ അനന്തരഫലമായി സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആത്മാർത്ഥമായി ഗൗരവത്തോടു കൂടി ചിന്തിച്ചിരുന്നത് നമുക്ക് കാണാം. ഇന്ന് പലരും സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ ഇത് സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുക, ഇത് മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കുവാനുള്ള ഒരു ഉപകരണമായി മാറുമോ എന്ന ചിന്ത പോലുമില്ലാതെ, എന്ന ദീർഘവീക്ഷണം പോലുമില്ലാതെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മുൻകാലഘട്ടത്തിലെ പല ചിന്തകരും അങ്ങനെ ആയിരുന്നില്ല. അവർ അവരുടെ ആദർശത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നപ്പോഴും അവരുടെ ആദർശങ്ങൾക്കുള്ള പരിമിതികളെക്കുറിച്ച് പോലും അവരതിനെ അഡ്രസ്സ് ചെയ്തിരുന്നതായി, അതിനെ അഭിസംബോധന ചെയ്തിരുന്നതായി, അതിനെ സമ്മതിച്ചിരുന്നതായി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നീറ്റ്ഷെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില കൃതികളിലൂടെ, ബിയോണ്ട് ഗുഡ് ആൻഡ് ഈവിൽ എന്നതുപോലെയുള്ള കൃതികളിലൂടെ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ച നിരീശ്വരവാദം കൊടികുത്തി വാണാൽ, അത് മറ്റുള്ള ദൈവസങ്കല്പങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞാൽ എന്തായിരിക്കും ധാർമ്മികമായി അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളാണ് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇന്ന് യൂറോപ്പിൽ, കാരണം അദ്ദേഹം ജീവിക്കുന്നത് യൂറോപ്യൻ ചുറ്റുപാടിലാണ്, ആ ഒരു സംസ്കാരത്തിനിടയിലാണ്, ആ ഒരു ധാർമ്മിക മൂല്യങ്ങൾക്കിടയിലാണ് അദ്ദേഹം വളരുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും യൂറോപ്യൻ സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ മുഴുവൻ ഉരുത്തിരിഞ്ഞു വന്നത് അവരുടെ മതസങ്കല്പത്തിൽ നിന്നാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ മതസങ്കല്പത്തെ പിന്തുടരുന്നു എന്നതിനാൽ തന്നെ
ആ ക്രൈസ്തവ മതസങ്കല്പത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ധാർമ്മിക മൂല്യങ്ങളാണ് അദ്ദേഹം നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ധാർമ്മിക മൂല്യം. അതാണ് അവിടുത്തെ ചട്ടക്കൂട്. സ്വാഭാവികമായിട്ടും ആ ക്രൈസ്തവ മതത്തെ എതിർക്കുമ്പോൾ, ദൈവസങ്കല്പത്തെ എതിർക്കുമ്പോൾ, ആ ക്രൈസ്തവ മതത്തിൻ്റെ സത്യതയെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. അങ്ങനെ ആ ധാർമ്മിക മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സമൂഹത്തിൽ സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ നമുക്ക് കാണാം. നമുക്കറിയാം, ഇന്നത്തെ ലോകക്രമത്തിൽ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് സമത്വം എന്നത്. എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി സമന്മാരാണെന്ന ആശയം. പക്ഷേ ആ ദൈവസങ്കല്പത്തെ എതിർത്തു കഴിഞ്ഞാൽ ഈ സമത്വം എന്ന ആശയത്തെ പോലും നമുക്ക് കൃത്യമായ അനുഭവജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയില്ല എന്നത് നിരീശ്വരവാദത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയായി, അതല്ലെങ്കിൽ നൈഹിലിസം എന്ന അദ്ദേഹം ഉയർത്തിക്കാണിച്ച ആശയത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയായി നീറ്റ്ഷെ സ്വയം സമ്മതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നൈഹിലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരി തെറ്റ് എന്നിങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ചില സങ്കല്പങ്ങൾ മാത്രമാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു പുനർജന്മമില്ല. അത് ഈ ലോകത്താണെങ്കിലും വേറൊരു ലോകത്താണെങ്കിലും അങ്ങനെയൊന്നുമില്ല. ഇതിനെയെല്ലാം നിഷേധിക്കുന്ന ഒരു ആദർശമാണ് നൈഹിലിസം. ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ നീറ്റ്ഷെ. പക്ഷേ ആ നീറ്റ്ഷെക്ക് പോലും നൈഹിലിസത്തിൻ്റെ പ്രതിസന്ധി ബോധ്യപ്പെട്ടു. അത് തുറന്ന് സമൂഹത്തോട് സംസാരിച്ചു അദ്ദേഹം. അതാണ് ദൈക്ഷണികമായ സത്യസന്ധത. പക്ഷേ ഇന്നത്തെ നിരീശ്വരവാദികൾ, ദൈവത്തെ നിഷേധിക്കുന്നവർ, മതത്തെ നിഷേധിക്കുന്നവർ, അവർ സ്വീകരിക്കുന്ന രീതി എന്താണ്? നമ്മൾ യൂറോപ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളക്കരയിൽ തന്നെ മുമ്പും നിരീശ്വരവാദികൾ ജീവിച്ചിട്ടുണ്ട്. കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയ വലിയ പരിഷ്കർത്താക്കൾ ആ നിരീശ്വരവാദികളുടെ കൂട്ടത്തിലും മതവിശ്വാസികളിൽ എന്ന പോലെ അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ കേരളത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തനായ നിരീശ്വരവാദിയായ സാമൂഹ്യ പ്രവർത്തകന്മാരിൽപ്പെട്ട ഒരാളാണ്. സഹോദരൻ അയ്യപ്പൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാണ് എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കേണ്ട കാര്യമില്ല. എൻ്റെ മുന്നിലുള്ള പലർക്കും അദ്ദേഹം സമൂഹത്തിൽ ചെയ്തിട്ടുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ അറിയാം. സമൂഹത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, സമൂഹത്തിലുണ്ടായിരുന്ന ജാതി വിവേചനം എന്ന ഭ്രാന്തിനെതിരെ ധീരം പ്രതിഷേധങ്ങൾ ഉയർത്തിയ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അദ്ദേഹം നടത്തിയ മിശ്ര ഭോജനം പോലെയുള്ള വിപ്ലവകരമായ ചില പ്രതിഷേധ മാർഗങ്ങൾ, ജാതി വിവേചനം കാരണം, താഴ്ന്ന ജാതിക്കാരോട് അങ്ങേയറ്റത്തെ അവഗണന കാരണം അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാനോ അവരോടൊന്നിച്ച് സഞ്ചരിക്കാനോ മേൽജാതിക്കാർ വിസമ്മതിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊരു ഭ്രാന്തായി, ഒരർബുദമായി സമൂഹത്തെ കാർന്നു തിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശബ്ദം ഉയർത്താൻ ധൈര്യം കാണിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സഹോദരൻ അയ്യപ്പൻ. പക്ഷേ ആ ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാവരെയും ചേർത്തു നിർത്തുക എന്നൊരു രീതിയിലേക്ക് മാറുന്നതിന് പകരം ആ സഹോദരൻ അയ്യപ്പൻ്റെ മാർഗത്തെ സ്വീകരിച്ച് സ്വന്തം ആദർശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുമ്പോൾ പോലും, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രചരിപ്പിക്കുമ്പോൾ പോലും മറ്റ് സമൂഹത്തിന് നന്മ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന ഒരു മാന്യത, ആ മാന്യത പോലും ഇന്ന് പല നിരീശ്വരവാദി നേതാക്കളും കാണിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമൂഹത്തിലെ ചില നിരീശ്വരവാദി നേതാക്കളൊന്നും എടുത്തു നോക്കുക. ഞാൻ അവരുടെ പേരുകളോ സംഘടനകളോ ഒന്നും എടുത്തു പറയുന്നില്ല, അതല്ല എൻ്റെ ഉദ്ദേശം. അവരെ വ്യക്തിപരമായി അവഹേളിക്കലോ ഇകഴ്ത്തലോ അല്ല നമ്മുടെ ഉദ്ദേശം. നേരെ മറിച്ച് അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ വലിയ അപകടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ഇന്ന് മതവിമർശനം എന്ന പേരിൽ, സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര മനോഭാവം പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ മതങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിന് ചുരുങ്ങിയൊരു ദൈക്ഷണിക സത്യസന്ധത വേണ്ടേ? ഒരു മതത്തിൽ ഇല്ലാത്ത വാദങ്ങൾ മതത്തിൻ്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് ആ മതത്തെ സമൂഹത്തിന് മുമ്പിൽ, പ്രത്യേകിച്ചും വലിയ വലിയ അപരവൽക്കരണം നേരിടുന്ന ഒരു ന്യൂനപക്ഷ സമൂഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്ന രൂപത്തിൽ ആ മതത്തിൽ ഇല്ലാത്ത ആശയങ്ങൾ മതത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മതത്തെക്കുറിച്ച് മറ്റുള്ള വിശ്വാസികൾക്കിടയിൽ വലിയ വലിയ തെറ്റിദ്ധാരണകളും വിദ്വേഷങ്ങളും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിൽ അപരവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ കൂടുതൽ അപരവൽക്കരിക്കുവാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും ഇന്നത്തെ നിരീശ്വരവാദികളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കണ്ടാൽ.
ഈ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു നിരീശ്വരവാദി സമ്മേളനത്തിന്റെ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ആ പോസ്റ്ററുകളിൽ വളരെ പ്രധാനപ്പെട്ട അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത്, അവർ സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടി വളരെ തത്വശാസ്ത്രപരമായ, വളരെ ജ്ഞാനശാസ്ത്രപരമായുള്ള കാര്യങ്ങളൊന്നുമല്ല ഉള്ളടക്കത്തിലുള്ളത്. നേരെ മറിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ പരിഹസിക്കുക. ആ മതവിഭാഗത്തിലെ മഹാനായ ഒരു പുരുഷനെ ഒരു ജനത മുഴുവൻ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മഹാനായ വ്യക്തിത്വത്തെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ആ ഇകഴ്ത്തുന്നവർക്ക് അവാർഡുകളുണ്ട് എന്ന് പ്രഹസന രൂപേണ അത് പ്രഖ്യാപിക്കുക. ഇതാണ് ഇന്നത്തെ നിരീശ്വരവാദികളുടെ അവസ്ഥ. കുറച്ചെങ്കിലും ദൈക്ഷണിക സത്യസന്ധതയുണ്ടെങ്കിൽ, അവർ പറയുന്നത് പോലെ, അവർ അവകാശപ്പെടുന്നത് പോലെ ഞങ്ങൾ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര മനോഭാവം വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ അവർ സ്വീകരിക്കേണ്ടുന്ന മാർഗം ഇതാണോ? എത്ര ബാലിശമായൊരു രീതിയാണത്. പരിഹസിച്ചുകൊണ്ടാണോ ഇവർ സമൂഹത്തെ പുനരുദ്ധരിക്കാൻ പോകുന്നത്? പരിഹസിച്ചുകൊണ്ടാണോ ഇവർ സമൂഹത്തിലെ ഇവരുടെ വീക്ഷണത്തിലുള്ള ജീർണതകളെ ഇവർ നേരിടാൻ പോകുന്നത്? അതല്ല, കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണോ? നമ്മൾ ആലോചിക്കണം. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം മുൻപുണ്ടായിരുന്ന നിരീശ്വരവാദികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അബദ്ധ സഞ്ചാരത്തിലൂടെയാണ് ഇന്നത്തെ നിരീശ്വരവാദി നേതാക്കൾ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ അവർക്കിടയിലുള്ള പിളർപ്പുകൾ പോലും ഇത്തരത്തിലുള്ള വർഗീയതയെ പ്രീണിപ്പിക്കുന്നു എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ കാരണം അവരിൽ നിന്ന് തെറ്റിപ്പോയ വിഭാഗക്കാരെയും നമുക്ക് കാണാം. സാധാരണ അവർ മതത്തിനെതിരെയാണ് ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത്. മതവിശ്വാസികൾ പരസ്പരം അടികൂടുന്നു, പരസ്പരം ഭിന്നിക്കുന്നു. ഇവർക്കിടയിലും ഭിന്നിപ്പുകളുണ്ട്, ഇവർക്കിടയിലും പ്രശ്നങ്ങളുണ്ട്, ഇവർക്കിടയിലും പരസ്പരം ചാപ്പകുത്തലുകളുണ്ട്, പരസ്പരം കരിവാരിത്തേക്കലുകളുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് പലപ്പോഴും ഇവർക്ക് നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ ആദർശ സംവാദങ്ങളിൽ കാണിക്കുന്ന ഒരു മാന്യത, ഒരു മിനിമം മാന്യത പോലും അവർ കാണിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുൻപുണ്ടായിരുന്ന നിരീശ്വരവാദികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അബദ്ധ സഞ്ചാരം ഇവർ സ്വീകരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? മുൻപുണ്ടായിരുന്നവർ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, മുൻപുണ്ടായിരുന്നവർ അവരുടെ ആദർശങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴും സമൂഹത്തിൽ വർഗീയതയും ഛിദ്രതയും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എങ്കിൽ, ആധുനിക കാലഘട്ടത്തിലെ നവനാസ്തികരായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് വിഭിന്നമായി വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ എരിതീയിൽ എണ്ണയൊഴിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് കൂപ്പുകുത്തിയത് എന്തുകൊണ്ട്? അവിടെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രസക്തമാകുന്നത്. കാരണം അവരുടെ മുൻഗാമികളായിട്ടുള്ളവർക്ക് അവരുടെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങൾ, വ്യക്തിപരമായ ചില നന്മകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ നന്മകളിലൊക്കെ അവർ ഏർപ്പെട്ടത്. അതല്ലാതെ ഒരു മാർഗദർശനത്തിന്റെ ഭാഗമായിട്ടല്ല. അവർക്കൊന്നും കൃത്യമായ ധാർമ്മിക മൂല്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിർദ്ധരിച്ചെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വ്യക്തമായ ധാരണകളില്ലായിരുന്നു. ആ ധാരണകൾ ഇല്ലാത്തത് തന്നെയാണ് ആ മാർഗദർശനത്തിന്റെ ആ ഒരു മെത്തഡോളജി, ആ ഒരു രീതിശാസ്ത്രം പിന്നീട് വന്ന തലമുറകൾക്ക് നൽകാൻ കഴിയാതെ അവർക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള വളരെ പരിഹാസ്യമായ രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ആധുനിക നാസ്തികർ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നാസ്തികർ ഇന്ന് ഈ കാലഘട്ടത്തിൽ മതവിശ്വാസികളെ പരിഹസിക്കുവാൻ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്ന ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരു മതവിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതും ബാലിശം തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും നല്ല അമ്മ പെങ്ങൾ ഭോഗിക്കുള്ള അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതവിശ്വാസി ഇവരെ പരിഹസിച്ചാൽ അതെന്തെങ്കിലും സമർത്ഥിക്കുന്ന ഒരു കാര്യമാണോ? ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടാണോ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആദർശ പ്രചാരണങ്ങളിൽ ഏർപ്പെടേണ്ടത്? അതും വളരെ ബാലിശമായ, മറ്റുള്ളവരെ പരിഹസിക്കുക, അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം അതിൻ്റെ തെറ്റുകൾ, അവർ മനസ്സിലാക്കുന്ന തെറ്റുകൾ സമർത്ഥിക്കുക എന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ബാലിശമായ കുട്ടികളിൽ ഏർപ്പെട്ടുകൊണ്ടാണോ ഇവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത്? ഇവിടെയാണ് മതം പഠിപ്പിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ പ്രസക്തമാകുന്നത്. അവർക്കതില്ലാതെ പോയത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഒരു മതവിശ്വാസി എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു ചെയ്യുന്നില്ല ഇതൊക്കെ ഇങ്ങോട്ട് അനുഭവിക്കുമ്പോഴും? കാരണം അവന് പടച്ചവനെ പേടിയുണ്ട്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച ആ സ്രഷ്ടാവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടേ എൻ്റെ ആശയ പ്രചരണം പോലും ചെയ്യാൻ സാധിക്കൂ എന്ന ബോധ്യം ഒരു മതവിശ്വാസിക്കുണ്ട്. സ്വാഭാവികമായിട്ടും ആ ബോധ്യത്തിനനുസരിച്ച് തൻ്റെ ദേഹേച്ഛകൾ അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ത്വരയുണ്ടാകുമ്പോൾ പോലും ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നൊരു ബോധം, ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ ഒരു ചട്ടക്കൂട് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. അത് തന്നെയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്.
അത് തന്നെയാണ് നമുക്കുണ്ടാകേണ്ടതും. ഒരു സമൂഹം എന്ന നിലയിൽ ധാർമ്മിക മൂല്യങ്ങളുടെ ചട്ടക്കൂട് വളരെ പ്രധാനമാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ മാത്രമാണ് ആശയ സംവാദങ്ങൾ ആരോഗ്യപരമായി മാറുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണം? ലോകത്ത് എത്രയെത്ര മതങ്ങളുണ്ട്. എല്ലാ മതവിശ്വാസികളും പറയുന്നു ഞങ്ങളുടെ മതവിശ്വാസമാണ് ശരിയെന്ന്. ഇവിടെ എന്തുകൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കണം എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ എന്താണ് മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഘടകം എന്താണ്? എന്തുകൊണ്ട് ഇസ്ലാം മറ്റുള്ള മതങ്ങളിൽ നിന്ന് വിഭിന്നമാകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ചിന്താരീതി എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്നത്തെ ലോകക്രമത്തെ പറയുന്നത് തന്നെ ധാർമ്മിക വീക്ഷണത്തെ, യുവതലമുറയുടെ ധാർമ്മിക വീക്ഷണത്തെ പറയുന്നൊരു പേര് തന്നെ ലിബറൽ ലോകക്രമം എന്നാണ്. എന്താണ് ഈ ലിബറൽ ലോകക്രമം? 1960കളിലും 1970കളിലുമെല്ലാം വളരെ പ്രചാരം നേടിയ സെക്ഷൽ റെവല്യൂഷൻ, ലൈംഗിക വിപ്ലവം എന്ന വിപ്ലവത്തിലോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സകലവിധ സമൂഹത്തിലുള്ള നിയന്ത്രണങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട്, ആ ചങ്ങലക്കെട്ടുകൾ എന്നവർ പറയുന്ന ആ നിയന്ത്രണങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ വേണ്ടിയുള്ള ആ ത്വരയെ, അതിനെ സാക്ഷാത്കരിക്കുന്ന ഒരു നിമിഷം. അങ്ങനെ ഒരു ലോകക്രമം ഈ ലോകത്ത് നിലവിലുണ്ടാകണം. ഇതാണ് ലിബറൽ ലോകക്രമത്തിന്റെ ആശയം. പരമമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവർ ഇടപെടാൻ പാടില്ല, സ്വന്തം കുടുംബാംഗങ്ങൾ ഇടപെടാൻ പാടില്ല, സ്വന്തം സുഹൃത്തുക്കൾ ഇടപെടാൻ പാടില്ല, ഗവൺമെന്റുകൾ പോലും ഒരു പരിധി വിട്ട് ഇടപെടാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചരിത്രത്തിൽ, ഒരു ചരിത്ര മുഹൂർത്തത്തിൽ അതിന് പറയുന്ന ഒരു പേര് തന്നെയുണ്ട്, പെർമിസീവ് മൂവ്മെന്റ് എന്നാണ്. അതുവരെ പല കാര്യങ്ങളും നിഷിദ്ധങ്ങളായിരുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ പെർമിസീവ് മൂവ്മെന്റോടുകൂടി, ഈ ഒരു ലൈംഗിക വിപ്ലവത്തോടുകൂടി ആ അവസ്ഥ ആകെ മാറുന്നു. നിഷിദ്ധങ്ങളെല്ലാം അനുവദിക്കപ്പെടുന്ന, പെർമിസിബിൾ ആകുന്ന ഒരു അവസ്ഥ, ഒരു നിമിഷം അവിടെ സംജാതമാകുന്നു. സർവതന്ത്ര സ്വതന്ത്രരായ സുന്ദരമായൊരു സ്വപ്നലോകമായി അവരതിനെ കാണുന്നു. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും അവർ അശ്രദ്ധരാകുന്നു. എന്താണ് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ഉണ്ടായാലുള്ള പ്രശ്നങ്ങൾ? സമൂഹത്തിൽ വിദൂര വ്യാപകമായ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് അത് കാരണം ഉണ്ടാവുക എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മ അവിടെയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കർത്താവ് പറഞ്ഞ മുദ്രാവാക്യം വളരെ പ്രശസ്തമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മുദ്രാവാക്യം കേട്ടിരുന്ന ഈ കേരളീയ മണ്ണിലെ യുവതലമുറ ഇപ്പോൾ വളർന്നു വരുമ്പോൾ നന്നായാൽ മതി എന്നതിലെ നന്നാവുക എന്ന പദം പോലും സദാചാര അമ്മാവന്മാരുടെ വഷളത്തരമായി അവർക്ക് തോന്നുന്നു. എന്തുകൊണ്ടങ്ങനെ തോന്നുന്നു? ഇതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കരുത് എന്ന് നേർക്ക് നേരെ പറഞ്ഞുകൊണ്ടല്ല യുവതലമുറയിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കുത്തി നിറക്കുന്നത്. നന്നാവുക എന്ന പദം പോലും യുവതലമുറക്ക് അരോചകമായി തോന്നുന്നത് ഇത്തരത്തിലുള്ള ദൈവനിഷേധ പ്രവണതകൾ അവരോട് നേർക്ക് നേരെ പറഞ്ഞുകൊണ്ടല്ല, നേരെ മറിച്ച് ലിബറൽ ലോകക്രമം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് കടന്നു വരിക, അത് വളരെ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ അതിരച്ചു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് കടന്നുവരൽ, നമ്മുടെ ആദർശം അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം ഒതുക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. നിങ്ങൾ ഒരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മതവിശ്വാസം ചർച്ചിലോ അമ്പലത്തിലോ പള്ളിയിലോ മാത്രം ഒതുങ്ങേണ്ടതാണ്, അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ മാത്രം ഭാഗമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ലിബറലിസം കടന്നു വരിക. സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യ ഒരാൾക്ക് തോന്നും ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, സ്വകാര്യ ജീവിതത്തിൽ സ്വന്തം ആദർശം പാലിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണല്ലോ അവർ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ആദർശ തട്ടിമറിക്കലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിമിനോട് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ ആദർശം അവൻ പാലിക്കേണ്ടത് പള്ളിക്കുള്ളിൽ മാത്രമാണ്, അല്ലെങ്കിൽ അത് വീട്ടിനുള്ളിൽ മാത്രമാണ് ഒതുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ ഇസ്ലാം എന്ന ആദർശത്തെ, അവന്റെ ആദർശത്തെ പൂർണ്ണമായി അനുധാവനം ചെയ്യാൻ സാധിക്കുമോ? ഇസ്ലാമിന് അതിൻ്റെതായ സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അത് സ്വാഭാവികമായും സമൂഹത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അവൻ പാലിക്കണം. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് സാമ്പത്തിക മേഖലയിൽ ഒരു പ്രത്യേക കർമ്മശാസ്ത്രം തന്നെയുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ഇസ്ലാമിന് വളരെ വിശദമായ കർമ്മശാസ്ത്ര ശാഖയുണ്ട്.
കുടുംബ ബന്ധങ്ങളുടെ വിഷയത്തിൽ, സാമൂഹിക ബന്ധങ്ങളുടെ വിഷയത്തിൽ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ, ഒരു തെരുവിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഒരങ്ങാടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ആദർശപരമായിട്ടുള്ള ചില കൽപ്പനകളുണ്ട്. ലിബറൽ ലോകക്രമം പറയുന്നത് അതൊന്നും ഇവിടെ നടപ്പിലാക്കേണ്ട. ആ ആദർശമൊന്നും നിങ്ങൾ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വിദ്യാലയങ്ങളിലേക്ക് നിങ്ങളുടെ ആദർശം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങാടികളിലേക്ക് നിങ്ങളുടെ ആദർശം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പൊതു ഇടങ്ങളിലേക്ക് നിങ്ങളുടെ ആദർശം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് വീട്ടിൽ മാത്രം ഒതുക്കിക്കോ. അവിടെ എന്താണ് ഫലത്തിൽ സംഭവിക്കുക? ആ ആദർശത്തെ അട്ടിമറിക്കലാണ്. കാരണം മതം എന്ന് പറയുന്നത് അത് കേവലം ആരാധനാലയങ്ങളിലോ ചില്ലിന്റെ കൂടുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ആദർശമാണെങ്കിൽ ആ ആദർശം എല്ലായിടത്തും അതിനനുസരിച്ച് ജീവിക്കുവാൻ, അത് അനുവർത്തിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തും വേണം. ലിബറൽ ലോകക്രമം അവിടെ മുതൽ നമ്മൾ പറ്റിക്കാൻ തുടങ്ങുന്നു, വഞ്ചിക്കാൻ തുടങ്ങുന്നു. അവിടെ പറ്റില്ല, പൊതു ഇടങ്ങളിൽ അത് പറ്റില്ല. ഇതേപോലെ തന്നെ മറ്റേതൊരു മതവിശ്വാസിക്കും അവരുടെ ആരാധനകളും അവരുടെ മതവിശ്വാസത്തിന്റെ പ്രതിഫലനങ്ങളും അവരുടെ ചില പ്രത്യേകമായിട്ട് അതിനുവേണ്ടി മാത്രം നിയോഗിച്ചുള്ള സ്ഥലങ്ങളിൽ മാത്രം ഒതുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദർശത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു തരം അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ലിബറൽ ലോകക്രമത്തിന്റെ ഏറ്റവും വലിയ അപകടം. അങ്ങനെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ, ആദർശത്തെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ, ഒരാദർശത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രതിഫലനങ്ങളെ, പ്രകടനങ്ങളെ പ്രകടിപ്പിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ആദർശത്തിന് തന്നെ പ്രസക്തിയില്ലാത്തൊരവസ്ഥ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ? പ്രത്യേകിച്ചും സാമ്രാജ്യത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കണമെങ്കിൽ ചില മതമൂല്യങ്ങൾ അതിന് തടസ്സമാണ്. ചില മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം, മദ്യം വിൽക്കുന്ന വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിൽപ്പന നടക്കണമെങ്കിൽ മദ്യം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ഇല്ലാതാകണം. ആ മതങ്ങൾ ഇല്ലാതാകണമെന്നവർക്ക് നിർബന്ധമില്ല. പക്ഷെ ഇവരുടെ കച്ചവടം പൂട്ടിപ്പോകരുത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മതം അവർ അവരുടെ ആരാധനാലയങ്ങളിലോ വീട്ടിന്റെ ഉള്ളുകളിലോ അവർ ഒതുക്കിയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പക്ഷേ അത് പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ, ഒരു സൽക്കാര പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ മദ്യം കഴിക്കാതിരിക്കുമ്പോൾ ഇത് ഇവർക്ക് പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും അവരതിനെതിർക്കും. അതുകൊണ്ടാണ് ലിബറൽ ലോകക്രമത്തെ ഇങ്ങനെ മുതലാളിത്തത്തിന്റെ വക്താക്കൾ, സാമ്രാജ്യത്വ ശക്തികൾ അതിനിങ്ങനെ വളമിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശയം ലോകത്ത് മുഴുവൻ ഒരു കൾച്ചറൽ ഇൻവേഷന്റെ ഭാഗമായി, കൾച്ചറൽ ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായി, സാംസ്കാരികമായ അധിനിവേശത്തിന്റെ ഭാഗമായി അവർ കുത്തി നിറക്കാൻ ശ്രമിക്കുന്നത്. അതിനവർ വ്യത്യസ്ത തരത്തിലുള്ള മാധ്യമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും എല്ലാം അവർ വിനിയോഗിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ എല്ലാ തരത്തിലുള്ള ഊർജം ആ രീതിയിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് ഈ ഒരു ട്രാപ്പിനെ, ഈ ഒരു കെണിയെ മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ, ആദർശത്തെ അട്ടിമറിക്കുന്ന ഒരവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മതം പേരിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. അങ്ങനെ പേരിൽ മാത്രം ഒതുങ്ങുക എന്ന ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭങ്ങൾ ഇങ്ങനെ അവർക്ക് കൊയ്തുകൊണ്ടേയിരിക്കാം. അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നവും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശം പരിപൂർണമായി ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും അവനറിയാതെ അവനിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു വളരെ തന്ത്രപരമായ ഒരു കാര്യം നമുക്ക് ഇവരുടെ ആസൂത്രണങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രങ്ങളിലൊന്നും വീഴാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം നിങ്ങൾക്ക് പള്ളികളിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന ഒന്നല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് ഇസ്ലാമിനെ മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായും മറ്റുള്ള മതവിശ്വാസികൾക്ക് അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഈ മതത്തെ പ്രത്യേകമായി കാണുന്നു എന്നതിൻ്റെ ഉത്തരം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിൽ പോലും ഇസ്ലാം ഇടപെടുന്നു. ഇസ്ലാമിന് സാമ്പത്തികമായ ഒരു മേഖലയിൽ അതിനതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. സാമൂഹികമായ ബന്ധങ്ങളുടെ മേഖലയിൽ അതിനതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമെന്ന് നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടും മാർഗദർശനവുമുണ്ട്. മറ്റുള്ള പല മതങ്ങളിലും അത് ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ അതിനെ അനുസരിക്കുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാര്യം വ്യത്യസ്തമാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ആധുനിക ഇസങ്ങളോട് ആദർശപരമായി പടവെട്ടാനുള്ള, അതിനോട് കിടയറ്റു നിൽക്കാനുള്ള ഇസ്ലാമിൻ്റെ ആ ഒരു ഊർജത്തെ പലരും മനസ്സിലാക്കി, ഇസ്ലാമിനെ സത്യമായി മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കുന്നു.
സ്വാഭാവികമായിട്ടും ആ ഇസ്ലാമിനെതിരെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ ഇസ്ലാം അധാർമികമാണ് എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കും. ഇസ്ലാമിനെ കൊച്ചാക്കി കാണാൻ, കരിവാരിത്തേക്കാൻ പലരും ശ്രമിക്കും. തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിക്കും. അത് പല പല രൂപങ്ങളിലായിരിക്കും. ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന പ്രമാണങ്ങളിലൂടെയാണ്. ഇസ്ലാമിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഇസ്ലാമിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളിൽ നിന്നാകരുത് നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടായിരിക്കണം. ഇസ്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പ്രവേശിക്കുമെന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, വർത്തമാന കാലഘട്ടത്തിലും കാണാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട അനുചരന്മാരിൽ ഒരാളായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു ജൂതൻ കടന്നു വരികയാണ്. അദ്ദേഹത്തെ പരിഹാസ രൂപേണ സൽമാനുൽ ഫാരിസി എന്ന പ്രവാചകാനുചാരനോട് ആ ജൂതൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നബി നിങ്ങൾക്ക് വിസർജനത്തിന്റെ മര്യാദകൾ പോലും പഠിപ്പിച്ചു തന്നു അല്ലേ? വളരെ പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്. അതെന്തോ മോശം കാര്യമാണെന്ന പോലെ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലായി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ ക്ഷുഭിതനായില്ല, നേരെ മറിച്ച് അഭിമാനത്തോടു കൂടി പറഞ്ഞു, അതെ, എന്നിട്ട് ആ മര്യാദകൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ശുദ്ധീകരിക്കണം എന്ന് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏത് മതമാണ് ഇങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ, നമുക്ക് പലപ്പോഴും നിസ്സാരമെന്ന് പോലും തോന്നിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഇടപെടുന്നത്? അത് ഇസ്ലാമാണ്. സ്വാഭാവികമായിട്ടും ആ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് പലർക്കും വലിയ അരോചകത്വം ഉണ്ടാവുക എന്നത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ സത്യത നമുക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുവാൻ ഇസ്ലാമിന് മാത്രം സാധിക്കും എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ പ്രമാണങ്ങളുടെ സത്യത, അതിൻ്റെ വിശ്വാസ്യത നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുകയല്ല, നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ചില സവിശേഷതകൾ മാത്രം, എന്തുകൊണ്ട് മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഇസ്ലാം വിഭിന്നമാകുന്നു എന്നതിൻ്റെ ഏറ്റവും ചെറിയ ഉത്തരം ഇസ്ലാം ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിൽ പോലും ഇടപെടുന്നു എന്നത് തന്നെയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടാൻ കഴിയുന്ന ഇസ്ലാമിനെ, ആ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നതോടുകൂടി, ഇസ്ലാമിനെ കുറിച്ച് വിദ്വേഷങ്ങൾ ജനിപ്പിക്കുന്നതോടുകൂടി മുസ്ലിങ്ങൾക്കെതിരെ അവരെ അപരവൽക്കരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്ന വ്യാമോഹം പലർക്കുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഇസ്ലാമിനെ കൃത്യമായി അറിഞ്ഞവരെല്ലാം ഇസ്ലാമിൻ്റെ സത്യത്തെ നുകർന്നത് നമുക്ക് മുൻപ് മാത്രമല്ല, ഈ ആധുനിക കാലഘട്ടത്തിലും വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഡച്ച് പാർലമെന്റിലെ വളരെ പ്രധാനപ്പെട്ട MP-മാരിൽ ഒരാളായിരുന്ന ജെറോം വാൻ ക്ലേവറൻ, അദ്ദേഹം തീവ്ര വലതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളായിരുന്നു. അവിടെ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കണം എന്ന് ധീരം വാദിച്ചൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി, ഇസ്ലാം എന്തുകൊണ്ട് ലോകത്തിന് അപകടമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു ഗ്രന്ഥം രചിക്കാൻ ഇറങ്ങുന്നു. ഇസ്ലാമിനെ കുറിച്ച് ശരിക്ക് പഠിക്കാൻ അയാൾ മുതിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അവസാനം അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. ഇസ്ലാമിന് വേണ്ടി ഇപ്പോൾ അദ്ദേഹം വാദിക്കുന്നു. യൂറോപ്പിലേക്കൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിൽ പോലും നിരീശ്വരവാദികളുമായി വേദി പങ്കിട്ടിരുന്ന ആളുകൾ പോലും ഇന്ന് അവർക്കെതിരെ സംവാദങ്ങൾ നടത്തുന്നത് നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. അവിടെ ഇസ്ലാമിനെ സത്യസന്ധമായി മുൻധാരണകളില്ലാതെ ഈ തെറ്റിദ്ധാരണകളെ സ്വന്തം മനസ്സുകളിൽ നിന്ന് നീക്കിക്കൊണ്ട്, ഈ മുൻധാരണകളെ നീക്കിക്കൊണ്ട്, വിദ്വേഷത്തെയും വെറുപ്പിനെയും നീക്കിക്കൊണ്ട് സത്യസന്ധമായി ആത്മാർത്ഥമായി ഇസ്ലാം ശരിയാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ സുമാമ എന്ന് പറയുന്ന ശത്രു രാജ്യത്തിലെ ഒരു നേതാവിനെ പിടിച്ചുകൊണ്ടുവരുന്നു. സഹാബിമാർ പിടിച്ചുകൊണ്ടുവന്ന് മദീനയിലെ പള്ളിയിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുന്നു. ആ ബന്ധനസ്ഥനാക്കിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ താങ്കളെ എന്തു ചെയ്യുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അപ്പോൾ സുമാമ പറയുന്നു, താങ്കൾ എനിക്ക് പുറത്തു തരികയാണെങ്കിൽ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം തരാം, ഞാൻ താങ്കൾക്ക് സമ്പാദ്യം തരാം, ഒരുപാട് സമ്പത്ത് തരാം എന്നെ വിടുകയാണെങ്കിൽ. ഇനി എന്നെ താങ്കൾ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതിന് ന്യായമുണ്ട്, കാരണം ഞാൻ താങ്കളുടെ ശത്രുവാണ്. അങ്ങനെ സുമാമ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദർശം സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ ആദർശം സ്വീകരിക്കാൻ താല്പര്യമില്ല, ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി.
പിന്നീട് പിറ്റേ ദിവസം ഇത് ആവർത്തിച്ചു. ഇതേ സംഭാഷണം, ഇതേ മറുപടി സുമാമയിൽ നിന്ന് കിട്ടി. അതിനുശേഷം വീണ്ടും പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഇതേ മറുപടി, ഇതേ സംഭാഷണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ലിഖു സുമാമ, അദ്ദേഹത്തെ വെറുതെ വിടൂ, അദ്ദേഹത്തെ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അദ്ദേഹം ഏതായാലും ഈ ആദർശം സ്വീകരിക്കുന്നില്ല, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ശത്രു നാട്ടിലെ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന, വളരെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളായിരുന്ന ആളെപ്പോലും വെറുതെ വിട്ടു. അങ്ങനെ അദ്ദേഹം പിന്തിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഒരു തോട്ടത്തിലെത്തി. അവിടെ നിന്ന് ശുദ്ധീകരിച്ച് അയാളിങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അനുചരന്മാർ കാണിച്ചിരുന്ന മര്യാദയും സ്നേഹവും ബഹുമാനവും, അവർ പരസ്പരം ഇടപഴകിയിരുന്ന രൂപവും ഇസ്ലാമിൻ്റെ സൗന്ദര്യവുമെല്ലാം പ്രവാചകന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് കാണാൻ സൗഭാഗ്യമുണ്ടായ സമയത്ത്, അതിനുശേഷം അതെല്ലാം അദ്ദേഹം ഓർത്തെടുത്തപ്പോൾ, എത്ര സുന്ദരമാണ് ഇസ്ലാം, ഞാൻ കണ്ട ഇസ്ലാമും ഞാൻ മുൻപ് കേട്ടറിഞ്ഞിരുന്ന, ഞാൻ വെറുത്തിരുന്ന ഇസ്ലാമും എത്ര വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സുമാമ ബിൻ ഉസാൽ ആ സ്ഥലത്ത് നിന്ന്, തോട്ടത്തിൽ നിന്ന് തിരിച്ച് പ്രവാചക പള്ളിയിലേക്ക് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലെത്തിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നിരീശ്വരവാദികൾ ചെയ്യുന്നത് പോലെ തെറ്റിദ്ധരിപ്പിക്കൽ അങ്ങനെ അവർക്ക് നടത്താൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആ തെറ്റിദ്ധരിപ്പിക്കലും കളവുകളും നുണപ്രചരണങ്ങളും ഒന്നും അധികകാലം നീണ്ടു നിൽക്കുകയില്ല. മാത്രമല്ല, ഈ സുമാമ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിം ആയതിനു ശേഷം നേരെ ഉംറയ്ക്ക് വേണ്ടി കഅബയിലേക്ക് പോവുകയാണ്. ആ കഅബയിലേക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോകുന്നതിന് അനുവാദം ചോദിക്കുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വർത്തമാനങ്ങൾ. സുമാമ പറയുകയാണ്, എനിക്കിന്ന് വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്ന മുഖം അങ്ങയുടേതാണ്, ഇന്ന് എനിക്ക് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട മുഖം താങ്കളുടേതാണ്. അദ്ദേഹം സത്യം അന്വേഷിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അദ്ദേഹത്തിന് സത്യസന്ധമായ സമീപനമുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സത്യത്തെ പുലുകാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം അത് താങ്കളുടെ മതമായിരുന്നു, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മതം അത് താങ്കളുടെ മതമാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് അത് താങ്കളുടെ നാടായി ഈ മദീനയായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് അത് ഈ മദീനയാണ് എന്ന് സുമാമ ബിൻ ഉസാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം ഉംറക്ക് പോകുന്നു. മക്കയിലെത്തി കഅബയുടെ ആ സന്നിധിയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, നീ മതം മാറിയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി അസ്ലംതു മഅ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഓടൊപ്പം ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, അദ്ദേഹം ആ വിശ്വാസം നേടിയതിനു ശേഷം, ഇസ്ലാം പുൽകിയതിനു ശേഷം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത്. ലാ വല്ലാഹി ലാ യഅതീകും മിനൽ യമാമതി ഹബ്ബതു ഹിൻതതിൻ ഹത്താ യഅദന ഫീഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഭരിക്കുന്ന യമാമ എന്ന നാട്ടിൽ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു ധാന്യമണി എത്തണമെങ്കിൽ പോലും അതിനെൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അനുവാദം നൽകണം, എങ്കിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഞാനത് നൽകുകയുള്ളൂ. എൻ്റെ നാട്ടിൽ നിന്നൊരു ധാന്യമണി പോലും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. വളരെ ചെറിയ അനുഭവങ്ങളെ, ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ സുമാമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചെലവഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സൗരഭ്യം അത് അദ്ദേഹത്തിന് ആസ്വദിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആ സത്യം സ്വീകരിച്ചു. ഇത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ കുറിച്ചും സത്യസന്ധമായി പഠിച്ചാൽ, ആത്മാർത്ഥമായി പഠിച്ചാൽ, മുൻധാരണകൾ ഒഴിവാക്കിയാൽ, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കിയാൽ അവിടെ ആ സത്യത്തെ പുൽകാൻ ആർക്കും സാധിക്കും. ഇവിടെ മതം പ്രസക്തമാകുന്നത് ഈ ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം. സത്യാന്വേഷണത്വര, അതേപോലെ തന്നെ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെ കുറിച്ചുള്ള ധാരണകൾ. ഇവിടെ ഒരിക്കലും നീച്ചയെ പോലെ അങ്കലാപ്പിലാകേണ്ടുന്ന ഒരവസ്ഥ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവനെ സൃഷ്ടിച്ച, അവന്റെ ശരീരത്തെ അറിയുന്ന, അവന്റെ മനസ്സിനെ അറിയുന്ന സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ അവന് ഇന്ന കാര്യങ്ങൾ ശരിയാണ്, ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു.
പല ആളുകളും ഇന്ന് പറയാറുള്ളത്, ഞങ്ങൾ യുക്തി ഉപയോഗിച്ച് ശരി തെറ്റുകളെ കണ്ടുപിടിച്ചോളാം. എന്നിട്ട് ആ യുക്തി ഉപയോഗിച്ച് ശരി തെറ്റുകൾ കണ്ടുപിടിച്ചവരുടെ പലരുടെയും ശരികൾ മറ്റുള്ളവരുടെ തെറ്റുകളായിരിക്കും. മറ്റുള്ളവരുടെ ശരികൾ ഇവരുടെ തെറ്റുകളായിരിക്കും. യുക്തി ഉപയോഗിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ അവരെത്തിച്ചേരുന്നു. ഒരു തരം മംഗലപ്പ്. നീഷെ പറഞ്ഞതുപോലെ മതവിശ്വാസം ഇല്ലാതായി കഴിഞ്ഞാൽ, ദൈവസങ്കല്പം ഇല്ലാതായി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അനന്തരഫലം ധാർമ്മിക മൂല്യങ്ങൾ അത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന പ്രതിസന്ധിയായിരിക്കും എന്ന നീച്ചയുടെ വാക്കുകളാണ് നമ്മൾ ഓർക്കേണ്ടത്. അവിടെയാണ് മതം പ്രസക്തമാകുന്നത്. നമുക്ക് ശാസ്ത്രം ഉപയോഗിച്ച് പല കാര്യങ്ങളും കണ്ടുപിടിക്കാം. ശാസ്ത്രം ഉപയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി സാങ്കേതിക വിദ്യകളെ നമുക്ക് വികസിപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് സുഗമമാക്കാം. പക്ഷെ ആ ശാസ്ത്രത്തിന് നിങ്ങൾക്ക് ശരി തെറ്റുകൾ പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ചില വസ്തുതകൾ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഒരരിയിൽ എത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കത് പഠിപ്പിച്ചു തരും. പക്ഷേ ആ അരി നിങ്ങളൊരു പാവപ്പെട്ടവന് ചോറ് കൊടുത്താൽ അത് പുണ്യമാണ് എന്ന് ശാസ്ത്രത്തിന് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം അത് ശാസ്ത്രത്തിൻ്റെ മേഖലയല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രമാത്രവാദം പറഞ്ഞുകൊണ്ട് ഇന്ന് പല നിരീശ്വരവാദികളും വലിയ ശാസ്ത്ര മനോഭാവമുള്ളവരായി സ്വയം ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ ശാസ്ത്രമാത്രവാദം എത്രത്തോളം വലിയ അബദ്ധമാണ് എന്ന് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, വിമർശന രൂപേണ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, മതം വേണ്ടത് മനുഷ്യനെ മനുഷ്യനാക്കാണ്. ഒരു മനുഷ്യൻ മറ്റുള്ള ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ അവനനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് തുല്യമായി മനുഷ്യൻ മാറും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ഘടകങ്ങളും സവിശേഷതകളും അവനുണ്ട് എന്നത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ വെറുപ്പ് കൊണ്ടും പരിഹാസ മനോഭാവം കൊണ്ടും നിഷേധ മനോഭാവം കൊണ്ടും അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത, നമ്മുടെ സെൻസ് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു തരം ബൗദ്ധികമായ ദൈക്ഷണികമായ ഒരു അന്ധതയിലേക്ക് നിരീശ്വരവാദികൾ കൂപ്പുകുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്താണ് ഒരു സംവാദത്തിൽ വലിയൊരു നിരീശ്വരവാദി നേതാവ് വലിയൊരു വാദമായി, ഒരു ആനക്കാര്യമായി ഉന്നയിച്ച് അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് കാളകളിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുന്നില്ല? അതേ യുക്തി അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ വിഷയത്തിലും പ്രയോഗിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തുകൊണ്ട് കാളകളിൽ യുക്തിവാദികൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് കാളകളിൽ നിരീശ്വരവാദികൾ ഉണ്ടാകുന്നില്ല എന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതുപോലും ചിന്തിക്കാൻ കഴിയാത്തത്രയും അന്ധമായൊരു മനസ്സ് വെറും നിഷേധ മനോഭാവം കൊണ്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് കാരണം ഉണ്ടാകുന്ന യുക്തിപരമായ ബാലിശമായൊരവസ്ഥ, അവരെത്തിച്ചേർന്ന ദൈക്ഷണികമായ ഒരു നിലവാരമില്ലായ്മ എത്രത്തോളമുണ്ട് അത് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് മതം എന്തിനാണ് മനുഷ്യന് മാത്രം? മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും മതമില്ല, മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും കോടതികളില്ല, മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും വിദ്യാലയങ്ങളില്ല. എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഇതൊക്കെ? കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൈസർഗികമായ ചോദനകൾക്കപ്പുറം അവന് അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ട്. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില്ല. അവരെപ്പോഴും നൈസർഗികമായ ചോദനകൾക്കനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. നൈസർഗികമായ ചോദനകൾക്ക് എതിരെ പ്രവർത്തിക്കാനും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിയും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൈസർഗികമായ ചോദനകൾക്ക് എതിരെ പ്രവർത്തിക്കാൻ കഴിയുമെന്നത് കൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ അരുതായ്മകളാണ്, ഇന്ന കാര്യങ്ങൾ നന്മകളാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഒരു മാർഗദർശനം ലഭിക്കേണ്ടത് അനിവാര്യമായി മാറുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ അനിവാര്യത ആധുനിക കാലഘട്ടത്തിൽ ദൈക്ഷണിക സത്യസന്ധതയുള്ള നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്നു. നീച്ചയിലേക്ക് വളരെ പിന്നോട്ടൊന്നും പോകണ്ട. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അലൻഡെ ബൊട്ടനെ പോലെയുള്ള നിരീശ്വരവാദികൾ അവർ പോലും മതത്തിന്റെ നന്മകൾ നമ്മൾ ഏറ്റെടുക്കാൻ സമയമായിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിലും മതപരമായിട്ടുള്ള മറ്റുള്ള വിഷയങ്ങളിലൊന്നും വിശ്വാസമില്ലെങ്കിൽ പോലും മതത്തിൻ്റെതായ ഒരുപാട് നന്മകൾ നമ്മൾ സ്വാംശീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് നിരീശ്വരവാദികളിലെ വലിയ പ്രശസ്തർ പോലും പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ മാർഗദർശനത്തിന്റെ അനിവാര്യത നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു ടെഡ് ടോക്ക് ഉണ്ട്. ആ ടെഡ് ടോക്കിന്റെ വിഷയം എത്തിയിസം 2.0 എന്നാണ്. പുതിയൊരു നിരീശ്വരവാദത്തെക്കുറിച്ച് അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ അലൻഡെ ബൊട്ടൻ എന്ന ആ നിരീശ്വരവാദി പറയുന്നത്, നമുക്കൊരു മാർഗദർശനം വേണം, മതങ്ങളെപ്പോലെ മാർഗദർശനം വേണം.
മതങ്ങളെപ്പോലെ റിച്വൽസ്, ചില ആചാരങ്ങൾ നമുക്ക് വേണം. മതങ്ങളെപ്പോലെ പരസ്പരമുള്ള സാമൂഹിക ബന്ധം, അവർക്കിടയിലുള്ള ആ ഒരു സൗഹൃദം, ആദർശപരമായ സൗഹൃദം, അതും നമുക്ക് വേണം. ഇങ്ങനെ നിരീശ്വരവാദത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ദൈക്ഷണിക സത്യസന്ധതയുള്ള ആളുകളും നിരീശ്വരവാദികളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ പലപ്പോഴും അവർ വിസ്മരിക്കുന്ന ഒരു കാര്യം, ധാർമ്മിക മൂല്യങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് സ്വയം നിർദ്ധരിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്ന വസ്തുതയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് ഇസങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഇന്നും പുതിയ പുതിയ ഇസങ്ങൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവക്കൊന്നും ആത്യന്തികമായി എങ്ങനെയാണ് നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുക എന്ന് കൃത്യമായി നിർദ്ധരിച്ചു തരാൻ സാധിക്കുന്നില്ല എന്നത് ഭൗതിക മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങളുടെ മുഴുവൻ വലിയൊരു പരിമിതിയാണ്. അതുകൊണ്ടാണ് പടച്ചവന്റെ മാർഗദർശനം അനുസരിച്ചു കൊണ്ടായിരിക്കണം ഓരോ മനുഷ്യരും ജീവിക്കുന്നത് എന്ന് മതം പഠിപ്പിക്കുന്നത്. അവിടെയാണ് മതത്തിന്റെ പ്രസക്തി. അവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ മനുഷ്യനാക്കണമെങ്കിൽ, ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കണമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ധാർമ്മിക മൂല്യങ്ങൾ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ധാർമ്മിക മാനദണ്ഡം, ഒരു മാർഗദർശനം, ഒരു മതം വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ മതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാകുന്നത് നന്മ തിന്മകൾ അവനെ പഠിപ്പിക്കുന്ന വിഷയത്തിലാണ്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെക്കാളും ഉപരി മതം ആ വിഷയത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും. അത് തന്നെയാണ് മതത്തിൻ്റെ അവതരണ ലക്ഷ്യവും. വിശുദ്ധ ഖുർആനിലെല്ലാം വളരെ കൃത്യമായ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നന്മ എന്താണെന്ന് അറിയില്ല, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ജീവിതത്തിൽ മനസ്സമാധാനമില്ലായ്മ അനുഭവിക്കുന്നു, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു രക്ഷ നേടണം എന്നാഗ്രഹിക്കുന്നുവോ നിങ്ങൾ, സൂക്ഷ്മത പാലിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാർഗദർശനമാണ് ഈ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ഖുർആനിനെ കൃത്യമായി പഠിക്കാൻ, ആ ഖുർആനിനെ ഏതൊരു നബിയിലൂടെയാണോ പ്രപഞ്ച സൃഷ്ടാവ് ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത്തരം സംവാദങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഊർജ്ജസ്വലമായി നിൽക്കേണ്ടുന്ന ഒരു സെഷനാണ് ചോദ്യോത്തര സെഷനുകൾ. ചോദ്യോത്തര സെഷനുകളിൽ വളരെ ആരോഗ്യപരമായി നിങ്ങളെല്ലാം നിങ്ങളുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടി അവയെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.